വാഴച്ചാലിൽ വനവകുപ്പ് സംഘത്തോടൊപ്പം ട്രെക്കിങ്ങിന് പോയവർക്ക് നേരെ കാട്ടാനയാക്രമണം. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, എന്താണ് സംഭവിച്ചത്? പരിക്ക് ഗുരുതരമാണോ ഇവരുടെ? വാഴച്ചാലിൽ നിന്നും വനം വകുപ്പിന്റെ കൂടെ ട്രക്കിങ്ങിന് സവാരിക്ക് പോയതാണ്. അതായത് പല സംഘങ്ങളായാണ് ഇവിടെ സാധാരണഗതിയിൽ ട്രക്കിംഗ് നടക്കാറുള്ളത്. ആ ട്രക്കിങ്ങിനായി പോയ 7 അംഗ സംഘത്തിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. വനത്തിനുള്ളിൽ വെച്ച് ആണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കാട്ടാന പാഞ്ഞെടുത്തപ്പോൾ ഇവിടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാവരും തന്നെ ചിതറി ഓടുകയാണ് ഉണ്ടായത്. അതേ തുടർന്ന് ഓടിയ ഒരു തൃശ്ശൂർ സ്വദേശിക്കാണ്, തൃശ്ശൂർ ഇരിങ്ങാലക്കുട സ്വദേശിക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇയാളുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആനയുടെ ആക്രമണത്തിലാണോ അല്ലെങ്കിൽ ഓടുന്നതിനിടയിലാണോ ഈ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല. കാരണം ഈ മേഖലയിൽ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്ത ഇടമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ആളുകളുമായുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ദുർബലമാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ഭാഗത്തു നിന്നും, വാഴച്ചാൽ ഭാഗത്തു നിന്നും നേരെ പെരിങ്ങൽകുത്ത് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഈ ട്രക്കിംഗ്. ഏകദേശം 10 കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെ നടന്നാണ് ഈ ട്രക്കിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറെ നാളുകളായി തുടങ്ങിയിട്ട് നിരവധി ആളുകളാണ് ഓരോ ദിവസവും വരാറുള്ളത്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആയുധമേന്തിയ ഒരു ഗാർഡും കൂടാതെ ഒരു വാച്ചറും ഉൾപ്പെടുന്ന സംഘമാണ് സാധാരണഗതിയിൽ ഇവരുടെ കൂടെ, ഈ സംഘങ്ങളുടെ കൂടെ പോകാറുള്ളത്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഉള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഉൾവനത്തിൽ വെച്ച് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ലിഷോയ്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത് കുറച്ചു കാലമായി ഈ രീതിയിൽ ട്രക്കിംഗ് ഈ ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം കൂടി വനംവകുപ്പിനുണ്ട്. തീർച്ചയായും ഇത് പക്ഷേ ഒരു അപ്രതീക്ഷിതമായുള്ള ഒരു ആക്രമണമായിരുന്നു കാട്ടാനയുടെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി തോക്കേന്തിയ ഒരു ഗാർഡ് ഉൾപ്പെടെ ഈ ഒരു ഓരോ സംഘത്തോടൊപ്പവും ഉണ്ടാകാറുണ്ട്. ഈ ഒരു സംഘത്തിന്റെ കൂടെയും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഈ ആന നിൽക്കുന്നത് കാണാതെ പെട്ടെന്ന് ആനയുടെ ഭാഗത്തുനിന്ന് ഒരു ചാർജിങ് ഉണ്ടാവുകയാണ് ഉണ്ടായതെന്നാണ് നിലവിൽ പറയുന്നത്. കാരാന്തോട് ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഉൾപ്പെടെ പല ആളുകളും നേരത്തെയും പോയിട്ടുള്ളതാണ്, ഈ ട്രക്കിങ്ങിന് പോയിട്ടുള്ളതാണ്. നടന്ന് ഏകദേശം 8 കിലോമീറ്ററോളം ഒരു ഭാഗത്തേക്ക് നടന്നു പോയി അവിടെ കാരാന്തോട് ചെന്നതിന് ശേഷം മടങ്ങി വരികയാണ് പ്രധാനമായി ഒരു ട്രക്കിംഗ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരേക്കും അങ്ങനെ അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്.